വിജയം UDF-ന് ഉറപ്പാണ്. കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കും. തൃശ്ശൂർ വലിയ ടൈറ്റാണ്, പൂരം വേറെ ആൾക്ക് ഗുണം ചെയ്തൊക്കെ പറഞ്ഞേക്കുന്നത്. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താ പൊതുവെ തൃശ്ശൂരിൽ UDF-നെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ്. അതെല്ലാം UDF-ന് തികച്ചും അനുകൂലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ UDF വിജയം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ അന്തർധാരയുണ്ട്, ഞാനല്ലേ ആദ്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ട് എടുത്തു. അന്തർധാര വളരെ ശക്തമാണ്. 18 LDF-ഉം 2 BJP. അതാണ് അടുത്ത അന്തർധാരയുടെ ഫോർമുല. തിരുവനന്തപുരം തൃശ്ശൂരും BJPക്ക്, ബാക്കി 18 സീറ്റിൽ LDF. ഈ ധാരണ ഞങ്ങൾ പൊളിക്കും, ഒരു സംശയവും വേണ്ട. ഉണ്ടല്ലോ, തൃശ്ശൂരും തിരുവനന്തപുരം BJPക്ക്, 18 LDF-ന്. അതാണ് അന്തർധാരയുടെ ഫോർമുല. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണ്. ഒരു ഉന്നത നേതാവിനൊക്കെ എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ടേ പാർട്ടിയിൽ നടക്കൂ. കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശ്ശൂർ CPM ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീൽ ഉറപ്പിക്കാനാണ്. അത് അവിടെ പലയിടത്തും കാണാം. CPM-ന്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂർ നിഴലിച്ച് കാണുന്നുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പക്ഷേ ആ ഡീൽ കോൺഗ്രസ് പൊളിക്കും, 101% പൊളിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, 20-20 ജയിക്കും പറയാൻ. കോൺഗ്രസിനെ നശിപ്പിക്കുക, അത് തന്നെ. അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി. രണ്ടുപേരെയും നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറഞ്ഞ പോലെ സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും, കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും. വടകരയിൽ ഷാഫി ജയിക്കും. ഞാൻ 20 എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് വടകരയല്ലേ. അവസാന ഘട്ടത്തിൽ മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി അത്തരത്തിലുള്ളൊരു പ്രചാരണമാണ് നടക്കുന്നത്. അതൊക്കെ അത് വർഗീയതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി അത് അടുത്ത ഫ്ലൈറ്റിന് കൊച്ചി വഴി പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാം. വോട്ട് പാഴാക്കാൻ പാടില്ല, അതുകൊണ്ട് വന്ന